നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. പ്രിയപ്പെട്ടവരെ, ദൈവം വസിക്കുന്ന ആലയമാണ് നാം ഓരോരുത്തരും. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം വസിക്കുന്നത് നമ്മുടെ അകത്താണ്. നമ്മുടെ ശരീരം ദൈവമന്ദിരമാണ്. ദൈവമന്ദിരം വിശുദ്ധമാണ്. ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വസിക്കുന്നവനല്ല. ദൈവം വസിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തതും വിശുദ്ധീകരിച്ചതുമായ മന്ദിരങ്ങളാണ് നാം ഓരോരുത്തരും. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ അറിയുക, നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധമാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. നിങ്ങളുടെ അകത്ത് ജീവനുള്ള ദൈവമുണ്ട്. നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങിയാൽ, നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ ദൈവവും നിങ്ങളോട് പ്രതികരിക്കും. തിരുവചനം പറയുന്നു, ദൈവത്തോട് അടുത്തു ചെന്നാൽ ദൈവം നമ്മോട് അടുത്തു വരും. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. ദൈവത്തിൻ്റെ പർവ്വതത്തെങ്കിലേക്ക് കയറി ചെല്ലുക. അവൻ അടുത്തു വരുന്ന ദൈവമാണ്. വീണ് കിടക്കുന്നവരെ അവൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. നമ്മെ കുറവ് തീർത്ത് പണിയുന്ന ദൈവമാണ്. അടുത്തു വരുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നല്ല പകൽ നിങ്ങൾ പ്രതികരിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരാണ് വന്നിരിക്കുന്നത്? സ്തുതികൾക്ക് യോഗ്യനാണ്, മഹത്വത്തിന് യോഗ്യനാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം, ആരാധിക്കണം, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം. ദൈവം നിങ്ങളോട് പ്രതികരിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധിയുണ്ട്. അപ്പോൾ തന്നെ ദൈവാലയത്തിൽ സ്തുതിയുണ്ട്. വിശുദ്ധിയോടെ നിങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ തന്നെ ആലയമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ വെളിപ്പെടുന്നതൊന്നാണ് ആരാധന. അപ്പോൾ തന്നെ യേശു കർത്താവ് ആലയത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വീണ്ടും കൈമാറിയത്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മന്ദിരമാണ്. മന്ദിരം വിശുദ്ധമാണ്. മന്ദിരത്തിൽ ആരാധനയുണ്ട്. അപ്പോൾ തന്നെ ദൈവ മന്ദിരം അത് പ്രാർത്ഥനാലയമാണ്. സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്ന ആ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയെ ദൈവം അയച്ചതാണ്. അവൻ വന്നത് ദൈവാലയത്തിന് മുൻപിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ദൈവം വസിക്കുന്ന ആലയത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ആലയത്തെ തിരിച്ചറിയുക. അറിവിനാണ് ശക്തി. അറിവിന് ശക്തിയുണ്ട്. ആ അറിവ് വചനമാണെങ്കിൽ, വചനം നൽകുന്ന അറിവാണെങ്കിൽ, ഇന്ന് പകലത് ദൈവശക്തിയാണ്. വചനത്തോട് പ്രതികരിക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.